ചെയ്തു കൊടുക്കും. കറക്റ്റ് ജോലി ചെയ്യും. പക്ഷെ അയാൾ അതിനോടൊന്നും അയാൾ ചോദ്യം ചെയ്യും. കാരണം അയാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡോക്ടർമാർ സ്കെച്ച് ചെയ്ത് കൊടുക്കുള്ളൂ, വരച്ചു കൊടുക്കുള്ളൂ. അവർ പിന്നെ വേറെ വർക്കും ചെയ്യില്ല. അതൊക്കെ ചെയ്യല്, വെട്ടൽ പൊളിക്കലൊക്കെ ചെയ്ത് കൊടുക്കല് കറക്റ്റ്. കുറച്ച് പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ അവർക്ക് പിന്നെ അവർക്ക് അറിയാൻ പറ്റും. അത് കറക്റ്റ് ചെയ്ത് കൊടുക്കും. ഡോക്ടർമാരോട് അധികം ജോലി ചെയ്യുന്നു ഒക്കെ നഴ്സുമാരല്ലേ ചെയ്യുന്നത്. ഡോക്ടർമാർ അതിങ്ങനെ സൂചി കുത്താനറിയാതെ ഇതിനെ ഇഞ്ചക്ട് ചെയ്യാനും കാര്യം ചെയ്യാൻ അറിയാത്ത ഈ നീണ്ടു കുത്താനായത് ഡോക്ടറെ എനിക്കറിയാം. അതായത് അയാൾ കുത്താൻ അറിയുന്നില്ല, ഒക്കെ നഴ്സുമാർ ചെയ്തു. പക്ഷെ അത് പഠിച്ചതാണ്, പ്രാക്ടിക്കലായിട്ട് ചെയ്യാത്ത പ്രാക്ടീസിന്റെ ലാപ്ടോപ്പ്. അതുകൊണ്ട് കാര്യങ്ങളൊക്കെ അറിയാം അവർക്ക്. എന്റെ ഞാൻ കണ്ടിട്ടുണ്ട് ഡോക്ടർക്ക് കുത്താൻ അറിയില്ല, നഴ്സ് കുത്തുന്നു. പ്രാക്ടിക്കലായിട്ട് അവർ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നില്ല, നഴ്സുമാർ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നുണ്ട്. പ്രാക്ടീസ് ചെയ്യുമ്പോൾ പെർഫെക്റ്റ് ആകുന്നുണ്ട്. പക്ഷെ ഇവര് കാര്യങ്ങൾ അറിയാം, പക്ഷെ അവർ ചെയ്യാത്ത പ്രാക്ടീസിന് പോയി കഴിഞ്ഞാൽ നല്ല മുതലാക്കി അപ്പൊ അത് കണ്ടിട്ട് അവര് വലുതാവുമ്പോൾ അതേമായി ചെയ്യിപ്പിക്കണം. ഞാൻ ഇറങ്ങി വരുന്നവരെ കൊണ്ട് അവർക്ക് കൊടുക്കുന്നത് കാണില്ലല്ലോ. ഇത്ര കായ് പഠിച്ചിട്ടില്ല. ഡോക്ടർമാര് നൈറ്റ് നല്ല പരിപാടിയാണ്. നേഴ്സുമാർ കല്യാണം കഴിക്കാൻ ധൈര്യപ്പെടുന്ന സുന്ദരി നേഴ്സാണെന്ന് പറയുമ്പോണ്ട ഡോക്ടർമാരൊക്കെ പോയി. എന്തിനാ പറഞ്ഞ് മെഡിക്കൽ കോളേജില് പരിശോധിക്കാൻ വന്ന രോഗിനെ വരെ നോക്കിയായിരുന്നു. കേസുണ്ടല്ലോ, എത്ര കേസുണ്ട് മെഡിക്കൽ കോളേജ്. അതാണ് വിദ്യാഭ്യാസത്തിന്റെ അളവുകൾ വെച്ചിട്ട് ഒരാൾ അങ്ങനെ ചെയ്യില്ല അങ്ങനെ ചെയ്യില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. തീവ്രവാദി വരെ ആവുന്നില്ലേ. അവർ പറഞ്ഞ പോലെ വലിയ ഹാർട്ട് നടത്തിയൊരു ഡോക്ടേഴ്സ് എന്നുള്ള പട്ടം കൊണ്ടൊന്നല്ല ഒരു മനുഷ്യൻ തീരുമാനിക്കുക. അയാൾ എങ്ങനെ ഒരു സമയത്ത് പെരുമാറുന്നില്ല, ഈവൻ സിറ്റുവേഷനിൽ അങ്ങനെ പെരുമാറുന്നു. അതിലൂടെയാണ് നമ്മൾ വിദ്യാഭ്യാസത്തിന്റെ അതുണ്ടാണെങ്കിൽ കുറച്ചും കൂടി വിദ്യാഭ്യാസം ഉള്ളവർ കറക്റ്റ് പെരുമാറിക്കൊള്ളുന്നില്ല. അവർ യുവത്തൊക്കെ എടുത്ത് വരുന്നില്ല. ഇപ്പൊ മെയിനായിട്ട് കാരണം ഇവരിപ്പോ പണ്ടത്തെ പോലെ ഒന്നല്ല. ഒരു 50 ലക്ഷം അല്ലാതെ എത്ര കോടി അവർ ഇറക്കിയിട്ടാണ്. ഇത് ഒരു ബിസിനസ്സാണ്. അപ്പൊ ആ പൈസ മുതലാക്കണമെങ്കിൽ നിങ്ങളെ രണ്ടാളെ ഇങ്ങനെ ഇത് ചെയ്തല്ലോ കാര്യം നടക്കുള്ളൂ. ഒരു കോടിയും ആണിപ്പോ മിനിമം ഇറക്കിയ ക്യാപിറ്റൽ തിരിച്ചിട്ടുണ്ടേ. അപ്പൊ അതിൽ പോയി മൊറാലിറ്റി ഒന്നും കഞ്ഞി കഴിയൂല. ഈ പരിപാടി പറ്റുള്ളൂ. വക്കീലമാര് എന്താ സംഭവിച്ചത്? കോടതിയിലെ ഭാഷ കോടതിയെ സംബന്ധിച്ച് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് സാഹചര്യ തെളിവുകളും സാക്ഷിമൊഴികളും. ഈ രണ്ട് കാര്യങ്ങൾ വാദി പ്രതിവാദിയാവും. ഞാൻ വക്കീലിനെ ഇവിടെ വെച്ചിട്ടേ ഇതിന്റെ ഓഫീസിൽ അടിച്ച് പല്ല ചെയ്യുന്ന പുറത്തിറങ്ങിയെന്നാണ്. ഞാൻ പറഞ്ഞു അതിനുള്ളിൽ തന്നെ കോട്ടുന്ന് അതിന്റെ ഉള്ളിൽ നിന്ന് ശ്രദ്ധിക്കണം. അവരെല്ലാ വകുപ്പും എല്ലാം അറിയണ മുറ്റുന്ന. അതായത് ഇയാള് താലി തോന്നിയാസം ആക്ടിവിറ്റി, അതായത് നമ്മളെ എതിരാളിനെ വെറുപ്പിക്കുന്ന രൂപത്തിൽ സംസാരിക്കുക. അതായത് എത്തിക്സിലാണ് സംസാരിക്കുക. നായിന്റെ മോനെ കുളിക്കുന്ന രൂപത്തിൽ ഒരാൾ സംസാരിച്ചു. അവന്റെ അച്ഛനെതിരെ സംസാരിച്ചു. അവന്റെ അച്ഛന് ഒരു ദിവസം കൊണ്ട് മരിച്ചു ചെയ്തു. സുഖില്ലാത്ത ആളെ സംസാരിക്കാൻ വന്ന ആളെ നിന്റെ അച്ഛൻ എന്ന് പറഞ്ഞിട്ട് സംസാരിച്ചു. അയാളുടെ അച്ഛൻ പിറ്റേസം മരിച്ചു ചെയ്തു. അത് കഴിഞ്ഞപ്പോ എനിക്ക് ഭയങ്കര വേദനയായി. ഞാൻ പിറ്റേന്ന് വന്നു വക്കീലെ കണ്ടു നാളെ ചീത്ത കാറിലിട്ടിട്ട് വന്നു അടിച്ച് മോനെ പുറത്തിറങ്ങിയ അവിടുന്നിട്ട് പൊട്ടിച്ചത് കേസല്ലേ. കേസ് നമ്മളതുപോലെ ഫീസ് ചെയ്യാം. അതല്ല അത് നിങ്ങൾ പറയുന്നത് ഇവിടെ ബ്ലോക്ക് ചെയ്യും, അല്ലെങ്കിൽ ഇവിടെ ബ്ലോക്ക് ചെയ്യും. ബ്ലോക്ക് ചെയ്ത് കൊടുക്കുക കണ്ണടപ്പൊക്കെ കൊടുക്കുക. അങ്ങനെ പറഞ്ഞാൽ അയാൾ അത് സംസാരിച്ച് വളരെ മോശമാണ്. നമ്മൾ എന്ത് കാണിക്കും ഒരു ഞാൻ കുറച്ച് അത് ഞാനേ അത് പരിപാടി ബാങ്ക് പോയിട്ടാണ് ആക്കെ റെഡി ആക്കണം. ഞാൻ വരാം. അതിന്റെ മുന്നിൽ തന്നെ പറഞ്ഞു
കണ്ണടിച്ചിട്ടുണ്ട് സത്യം നന്നായിട്ടുണ്ട്. ആ ലഡി വെക്കി വക്കീല് പിടിച്ചോട് അടിച്ച് കണ്ണ് കളിക്കുന്ന അയാൾ പറഞ്ഞത് ഇവിടെ പറയണം. പറഞ്ഞു ഞാൻ അയാളെ പറഞ്ഞിട്ട് അയാളെ ഒന്നും കൂടി വിളിച്ചിട്ടേ ഈ പെണ്ണിന് കേട്ടിട്ട് ആളുണ്ടായി ഇവിടെ എന്താ പറഞ്ഞു? ഇപ്പൊ പറയും ഒക്കെ റിപ്പോർട്ട് കേസാക്കുന്നത് കേസാക്കി വേറെ അവന്റെ മാനം തന്നെ പോകണ്ട. മാന് പോകുന്നുണ്ട് പിടിച്ച അവിടുന്ന് ആള് കുത്തിന് കൂടി അടിക്കുള്ള അടിയിൽ കേസല്ലേ കൊടുക്കും പൊട്ടിക്കുക എന്നിട്ട് നമ്മൾ ജയിലിൽ പോയാലും പ്രശ്നമൊന്നുമില്ല. ഒരു കുഴപ്പമില്ല. ഞാനും അതേ ഇത് നമ്മളുണ്ടല്ലോ ഒരു 1000 കൊല്ലം കഴിഞ്ഞ ജീവിതം ഓരോന്നും പുതിയ ജീവിതം. ജീരതോട് കൊടുക്കുക ഇവരെ അഹങ്കാരത്തിനൊക്കെ ഇവിടെ വന്നാൽ മറുപടി ഉണ്ട്. ഭക്തിയിലായ നമ്മൾ ആരും ഉണ്ട് എന്ത് അത് ശരിയാണ്. അത് ശരിയാണ്. കറുത്ത കോട്ടൊക്കെ കാണുന്നത് നമ്മള് ഒരു കുമ്പല് വിവരമില്ല ഒരു വിവരമില്ലാത്ത വക്കീൽമാരുണ്ട് ഇവർക്ക് ഈ വക ലോ കുറച്ച് അറിയാവുന്നുള്ളൂ അതിനപ്പുറം എന്താ കയ്യില് പണ്ട് ഗോപാലവക്കീലുണ്ടല്ലോ നിങ്ങൾ വീട്ടിൽ ഗോപാലവക്കീല ആരെയും കൊല്ലാൻ ഗോപാലവക്കീലുണ്ട്. അതൊക്കെ ഒരു മാർക്കറ്റിംഗ് ആണ്. ഹലോ ഇല്ല ഞാൻ ആ ഭാഗത്ത് പോയിട്ടില്ല. ഞാൻ പോകുമ്പോൾ പറഞ്ഞു അത് ഫോണിലുണ്ട്. ഞാൻ ഒന്ന് പറയാം. അവിടെ ആട് കെട്ടിയോ വക്കീലിനെ പിടിക്കോലി പ്രതിവാദിയാവും പിന്നെ അത് കഴിഞ്ഞ് അൾട്ടിമേറ്റ് എന്ത് ജുഡീഷ്യറിൽ എന്ത് നിയമം ശരിക്കും പറഞ്ഞാൽ ഒറ്റയ്ക്കൊരാൾക്ക് അതിന്റെ വ്യവസ്ഥാപിതമായ നിയമത്തിൽ കൂടി ഒറ്റയ്ക്കൊരാളൊന്നും കോർട്ടിൽ നിന്ന് വാദിക്കണം സ്വയം വാദിക്കണം അത് നമുക്ക് അതിന്റെ അതാണ് നമ്മൾ ഫസ്റ്റ് വക്കീലിന് എഴുതി കൊടുക്കുന്നത്. വക്കാലത്ത് നമ്മൾ വക്കാലത്ത് എഴുതി കൊടുക്കുകയാണ്. നമ്മളെ കാര്യം വേറെ റെപ്രസെന്റ് ചെയ്യണം വക്കീൽ ചെയ്യണം. അത് ചെയ്യണില്ലെങ്കിൽ നമ്മൾ ചെയ്യണ പരിപാടിയാണത്. ഞാനൊക്കെ ലോ പഠിക്കാൻ നിൽക്കുന്ന നല്ല താല്പര്യം ലോ കോളേജ് കിട്ടിയതായിരുന്നു. അപ്പോഴേക്ക് ഞാൻ വേറെ സ്ഥലത്ത് ജോയിൻ ചെയ്തിരുന്നു. കോഴിക്കോട് ലോ കോളേജ് എനിക്ക് അഡ്മിഷൻ കിട്ടിയത്. അതിപ്പോ അങ്ങനെ ഡിസ്റ്റൻസ് ആയിട്ടൊക്കെ ചെയ്യല്ല. കോർട്ടിൽ മാത്രമല്ല അതല്ല അത് നിങ്ങൾ പറഞ്ഞ കോർട്ടിൽ വർക്ക് ചെയ്യുന്നത്. അതല്ലാതെ വേറെ ഉണ്ടല്ലോ ലീഗലായിട്ടും ലീഗൽ അഡ്വൈസർ ആയിട്ട് പോവാ. പിന്നെ അത് കഴിഞ്ഞാൽ ചെയ്യാം. അങ്ങനെ പ്രാക്ടീസ് ചെയ്യണതാണ് ഇത് പറഞ്ഞത്. നിങ്ങൾ പറഞ്ഞ പരിപാടി നിയമവശം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഡിസ്റ്റൻസ് ആയിട്ട് ചെയ്യാം. അയ്യോയാ ഡിസ്റ്റൻസ് നിർത്തി. ഞാൻ ഈവൻ ബാച്ച് അല്ല എൻ്റെ ഫ്രണ്ട് 2 വർഷം മുമ്പ് ചെയ്യുന്നുണ്ട്. എന്താ അപ്ഡേറ്റ് അറിയില്ല. നിർത്തി കംപ്ലീറ്റ് ചെയ്യാം. അന്വേഷിച്ച് അത് ശരിയാ. ഈവനിങ് ബാച്ചും ബ്രാഞ്ച് നിർത്തിയിട്ടുണ്ട്. ഡിസ്റ്റൻസ് നിർത്തിയിട്ടുണ്ട്. അത് ശരി. ഡിസ്റ്റൻസ് ഉണ്ടെന്ന് എനിക്ക് ചെയ്യാറുണ്ട്. ചെയ്യാം. താല്പര്യമുള്ള മേഖല പറഞ്ഞ പോലെ കുഴപ്പങ്ങളൊക്കെ വരുമ്പോ നമുക്ക് ആ കാര്യങ്ങൾ പഠിക്കാതെ കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ആരും കയറൂലല്ലോ. ഇവിടെ ഒരു കോർട്ടും ഒരു വക്കീലും തമ്മിലുള്ള കണക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഒഫീഷ്യൽ ടച്ചാണ് നിയമപരമായിട്ട്. പക്ഷെ സാധാരണക്കാരെ നമ്മൾ ഓരോ സിറ്റുവേഷനിലുള്ള വക്കീലന്മാരുണ്ട് ഒരു കാര്യത്തെ ഗണ്ണിച്ച് പറയാം. ഇതറിയാത്തവനെ ഇന്നതാണ് വ്യവസ്ഥാപിതമായി ഇതറിയാത്തവനെ എക്സ്പ്ലോയിറ്റ് ചെയ്യണം. എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ എന്റെ ഒരു കേസിന് പോയിട്ട് ഞാൻ തന്നെ എന്റെ വക്കീൽ ഞാൻ വക്കീലെ പറഞ്ഞു മുട്ടിക്ക് ഇയാൾ പറഞ്ഞു മുട്ടിക്ക് ലോകവിവരമൊന്നുമില്ല. ഈ ലോക കുറച്ച് പഠിച്ച് ഇയാളെ ഇതിട്ട് ഇങ്ങനെ ഉരുട്ടി പറയാം. ഞാൻ ഇയാളെ നല്ല പറഞ്ഞതാക്കി ഞാൻ കൊണ്ടേ വക്കീൽ ഇയാൾ നമ്മളാ കൂട്ടിൽ കയറുമ്പോൾ അത് വർക്കും അവരെ കണ്ട് ഞാനൊരാളെ കൊണ്ടേ 4000 രൂപ ഞാൻ അയാളിനോട് പറയാം നിങ്ങൾ ഒച്ച ഉണ്ടാക്കിയില്ല ഞാൻ കൊണ്ടേ വക്കീൽ വെറുതെ കൊണ്ട് ഒച്ചിട്ടാണ് അയാളോട് പറഞ്ഞത്. നമുക്ക് വക്കീലാണ് നമുക്ക് എന്താ കാര്യം പറഞ്ഞു ഞാൻ പൈസ കൊടുക്കും 4000 കൊണ്ടേയിട്ട് അതിന് ഒരു അത് വേറെ പരിപാടി. നിങ്ങൾ കൊടുത്ത 4 വേറെ ആരെങ്കിലും 6 കൊടുത്തുണ്ടാവും. ചിലപ്പോൾ അങ്ങനെ പറയും. മറിയുന്ന പൈസ പറയുന്നുണ്ട്. ചില ആളുകൾക്ക് ഇവർക്ക് സംസാരിക്കാൻ ഇവർക്ക് തന്നെ ന്യായത്തിന് വേണ്ടിയാണ്. അല്ലാതെ നമ്മൾ ഒബ്ജക്റ്റീവ് അതിനെന്താക്കരുത്. അത് തെറ്റാണ് നമ്മൾ അംഗീകരിക്കുന്നത്. ഞാനൊരു പുസ്തകത്തിൽ കൈകാര്യം ചെന്നു. ഞാൻ മാർക്കറ്റിംഗ് നമുക്കൊരു അപ്പോൾ ഒരാൾ 9ാം ക്ലാസ്സിൽ ബുക്ക് ന്യൂജ് പബ്ലിക്കേഷൻ ഉണ്ട് ട്രിവാൻഡ്രത്തുള്ള. അവർ 9ാം ക്ലാസ്സിൽ കോംപ്ലിമെൻ്റ് ഒരു 10 ബുക്കിന് ഓർഡർ കിട്ടണം. അപ്പോൾ ചെയ്യുന്ന ആക്ച്വലി അങ്ങനത്തെ വർക്കാണ്. വീട്ടിൽ ചെന്ന് സംസാരിച്ചിട്ട് ആദ്യം പറഞ്ഞു പണി ഞാനാണ് വേറെ സെൻസും ആയിട്ടില്ല. പിന്നീട് മനസ്സിലായി അയാൾ പറഞ്ഞു മുൻകൂട്ടി ഫിക്സ് ചെയ്തിട്ട് അതാതെ കൈകാര്യം ചെയ്യുന്നുള്ളൂ. ഇതിപ്പോൾ ഇനിയിപ്പോൾ ഓർഡർ എടുത്ത് പോയിട്ട് അതിൻ്റെ പുസ്തകം ഉണ്ടാവും. ഒജ്ജ് വരും ഒജ്ജന്നെ വരുമോ ഡേറ്റ് അവർക്ക് പക്ഷേ ഈ പാത വെച്ച് വന്നിട്ട് എൻ്റെ കമ്പനി പോയിട്ട് എന്താ ഉറപ്പ് ഇത് 9ാം ക്ലാസ്സിലെ ബുക്ക് വന്നിട്ട് 10ാം ക്ലാസ്സിലെ ബുക്കിന് ഓർഡർ എടുത്ത് 10ാം ക്ലാസ്സിലെ ബുക്ക് അടുത്തോടെ കുട്ടിക്ക് ഉറപ്പ് വന്നാൽ പോക്കേണ്ടി പോകും. ഇനി എന്താ അപ്പോൾ ഞാൻ അവിടെ നിന്നുണ്ടാകും. ഞാൻ പറഞ്ഞു ആചരിക്കാം ഞാൻ നോക്ക് ഒരു 150 മൂല്യമുള്ള ഒരു ബുക്ക് 150 മൂല്യമുള്ള ബുക്ക് ബാങ്കിൽ പഠിക്കാൻ അത് തന്നെ വാല്യൂബിൾ ആണ്. നിങ്ങൾ പറഞ്ഞാൽ വന്നിട്ടില്ല തന്നെ കൂട്ടിപ്പോയി അതിൽ കണ്ട് വിട്ടു കൊടുക്കുകയാണ്. നമ്മൾ അത്ര വലിയൊരു മനുഷ്യനല്ല. ഞാൻ അജ്ജി ചെയ്തൊരു മനുഷ്യനാണ്. അതിൽ ഒരു പ്രായത്തിൽ എൻ്റെ അച്ഛനെ അല്ല അങ്ങനെയല്ല. ഞാൻ അതിൻ്റെ ലെവലിൽ മൂപ്പര ആക്റ്റീവ് പറഞ്ഞിട്ട് ഞാൻ ചിന്തിച്ചു. അപ്പോൾ ആ സമയത്ത് നമുക്ക് അങ്ങനെയുള്ളതൊന്നും ഉണ്ടായിട്ടില്ല. പ്രായത്തിൽ മനസ്സിലായി. ഞാൻ പറഞ്ഞു നിങ്ങൾ ഞങ്ങളെ കൂട്ടിപ്പോയി 150
ഭയങ്കര വാല്യൂഡാണ്. ഞാൻ വന്നില്ലെന്ന് കുട്ടികൾ എന്ത് 150 രൂപ ഞാൻ വാങ്ങിയിട്ട് ഒരു സാധനം തരാതെ പോകാൻ ഇഷ്ടമൊക്കെ. അപ്പോൾ ഞങ്ങൾ അഥവാ വന്നിട്ട് ഞങ്ങൾ കഴിച്ചു പോകുന്നത്. പക്ഷെ ഞങ്ങൾക്ക് തരുന്ന കോംപ്ലിമെൻ്റ് ആണ്. ആ കോംപ്ലിമെൻറ്റ് 150 രൂപ 900 രൂപയുടെ ബാങ്കിൽ സപ്ലൈ ചെയ്യുമ്പോൾ 150 രൂപ ഡിസ്കൗണ്ട് ചെയ്യും. എന്നാണ് ഇത് വ്യവസ്ഥാപനമായ ജോലിൻ്റെ ഓർഡർ എടുക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ളത് എനിക്ക് ഒരു 1000 സംതിങ് തന്നാൽ മതി. അത് നിങ്ങൾക്ക് പൈസ പോകണമെങ്കിൽ നിങ്ങൾ കുറഞ്ഞിട്ടാണ് കൂട്ടിക്കുന്നത്. അതങ്ങനെ തിരിച്ച് ഈ ബുക്ക് നിങ്ങൾ കിട്ടിയിട്ട് എനിക്ക് ഫുള്ള് നമ്മൾ ഒരേ പിടിക്കാം. ഞാൻ ഓർഡർ ചെയ്യാതെ ഞാൻ മുൻകൂട്ടി ഫിക്സ് ചെയ്തൊന്നും ചെയ്തില്ല. ഒക്കെ അതാത് ടൈമിനാണ് കറക്റ്റ്. അതാണ് നമ്മളുടെ ഇപ്പം എൻ്റെ ബുക്കായിട്ട് പോകുന്നതൊക്കെ നല്ലതാണ്. അതൊക്കെ നമ്മൾ പറഞ്ഞു ഞാനൊക്കെ വിളവിച്ച് ലാസ്റ്റ് ഞാൻ പറഞ്ഞു മുൻകൂട്ടി ഇതുവരെ ഫിക്സ് ചെയ്തൊന്നും ചെയ്തിട്ട് കുറേ ആളുകൾ ചുറ്റും. അപ്പോൾ ദൈവം അതാത് സമയത്ത് ഓരോരോ എനിക്ക് വരും. അത് നമ്മുടെ മനസ്സിലൊരു സ്വാഭാവികമായിട്ട് വരുമല്ലോ. സ്വാഭാവികമായിട്ട് വരും. കാരണം നമ്മളൊരു 10-15 വർഷം അതിലേക്ക് നടത്താം. ഒറ്റയ്ക്ക് വായനം കൂടി ഉണ്ടെങ്കിൽ കറക്റ്റ് പോയിന്റ് 10 വർഷം മുന്നാണ് പാണ്ഡ്യ വായനുള്ളവനെത്തി ബാധിക്കാൻ എത്തില്ല. പോയിന്റ് എങ്ങനെയെങ്കിലും ഒന്നിനെ പുറത്ത് ഒന്നായിട്ട് വരും. സംഭവം നടക്കുന്നത് 10 years 10 വർഷം കട്ടക്കട സ്കൂൾ കുറച്ച് ധനാചാരമൊക്കെ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞാൻ അത് പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങൾ ഫിക്സ് ചെയ്ത് ഒന്നും ചെയ്തില്ല എന്നല്ല അതിനെ പറഞ്ഞു. ആദ്യം ഒന്നും ചെയ്യുന്നില്ല നീ ഇപ്പൊന്നും ചെയ്തത്. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് പെൺമക്കളുണ്ടെന്ന് വെച്ചു. എൻ്റെ വിചാരം വെച്ചു എനിക്ക് അറിയാൻ താല്പര്യമായിട്ട് മരിക്കാതെ താല്പര്യമില്ല. ജസ്റ്റ് ചോദിച്ചു അപ്പോൾ പെൺമക്കൾ ഞാൻ എത്ര ആൾക്കാരുണ്ട് 3 ആൾക്കാരുണ്ട് 3 പേര് മാരീഡാണെന്ന് വെച്ചു. ആ ആണെന്നാണ് ഇവരെ കല്യാണങ്ങൾ മുൻകൂട്ടി ഫിക്സ് ചെയ്താവുകയും ചെയ്തിട്ടുണ്ടാവുമെന്ന് വെച്ചു. ഇതിനന്നായാലും എന്തിനാണ് നല്ലത്. ഈ പെൺകുട്ടിയുടെ കല്യാണം മുൻകൂട്ടി ഫിക്സ് ചെയ്യാൻ അറിയുന്ന ആൾക്ക് ചാടിക്കറിഞ്ഞ് അപ്പം മുൻകൂട്ടി ഒരു കാര്യം ഫിക്സ് ചെയ്യാൻ ചെയ്യും. ഇതൊക്കെ അടുത്ത ടൈമിൽ ആ ടൈമിലാണ് അത് കാര്യം ചെയ്യുന്നത്. മുൻകൂട്ടി ഫിക്സ് ചെയ്ത് ചെയ്തില്ല കഴിഞ്ഞു. ഈ കല്യാണം പെൺമക്കൾ ഞാൻ ഒബ്ജക്ഷൻ സസ്റ്റെയിൻ. ഞാൻ അവിടുന്ന് വളരെ ധീരമായിട്ടാണ് ഇവിടെ മാന്യമായിട്ടൊരു കുട്ടി 100 രൂപ 150 കൊടുക്കുന്ന കോൺഗ്രസ് എൻ്റെ കയ്യിൽ നിന്ന് രാജ്യസ്ഥാനത്തുണ്ടായി 50 കൊടുത്തെങ്കിൽ അയാളെ കയ്യിൽ നിന്ന് തേങ്ങ പൊടിക്കുന്ന ആൾക്കാരാണ് കൊടുക്കുക. എനിക്ക് 9 പഠിക്കുന്ന പത്തര സ്കൂളിൽ 10 ബുക്കിന് ഓർഡർ വാങ്ങുന്നില്ല. ഞാൻ പറഞ്ഞ സാധനം ആക്കാം എനിക്ക് ഇപ്പം എന്താ പറഞ്ഞത് ഈ ബുക്കിൻ്റെ കുഴപ്പമില്ല. പക്ഷേ എനിക്ക് കാശ് കഴിഞ്ഞില്ല. വൈകുന്നേരം വീട്ടിൽ ഞാൻ പറഞ്ഞു അവിടെ ശ്രദ്ധിച്ചു എനിക്കിപ്പോൾ ബുക്ക് വേണോ ചോദിച്ചു. അപ്പോൾ ഞാൻ പറയാം ഇത് പോകേണ്ടി വരും. അത് പറഞ്ഞപ്പോൾ ഞാൻ സ്കൂട്ടൗണ്ട് ഇയാളിങ്ങനെ മരമായിരിക്കും ചോദിച്ചു. ആജി നമ്മൾ കഥാപാത്രം ഞങ്ങൾക്ക് ഞാൻ മാറ്റാം ബുക്കും കൊടുത്ത് 5 ദിവസത്തേക്ക് പോകരുത്. ഞാൻ പറഞ്ഞത് ഞാൻ ചെന്ന് ഇവിടെ മാനേജറിനോട് ഇങ്ങനെ സംഭവം ഒത്തിരി നന്നായിട്ടുണ്ട്. ഇനിയിപ്പോൾ അനുഭവിക്കുന്നുണ്ട്. എനിക്ക് അവിടെ തന്നെ വെച്ചത് കോമ്പറ്റീൻ്റെ പൈസ അഡ്വാൻസ് കിട്ടുന്നത് നിങ്ങളോട് നടക്കണ്ട. എനിക്ക് നമ്മൾ പോകുന്നത് ബാക്കി ഡിസ്കൗണ്ട് കൊടുത്ത് ബാക്കി 500 അതാണ് സിസ്റ്റം. അതൊരു ആ അനുഭവം ചോദിച്ചു നോക്കിയാലാണ് എനിക്ക് ആദ്യം ആശയത്തോടെ ഇതിൻ്റെ പൈസ ഞാൻ കഴിഞ്ഞിട്ട് മുന്നോട്ട് അടയ്ക്കേണ്ടത് ഉണ്ടായിരുന്നു. ആദ്യം പേരും പോകണം ഒരു അയച്ചോട്ട് നോക്കിയാണ് വളരെ വാല്യൂ കൊല്ലം മുന്നേ അങ്ങനെ ചില അങ്ങനെ ചില ആളുകളുണ്ട്. അപ്പോൾ നമ്മളെടുത്ത് സത്യസന്ധമായിട്ട് ഒന്നും നടക്കണം. നമ്മുടെ ചെറിയ ഒരുപാട് അനാവശ്യത്തിന് നമ്മളെ വായിക്കാൻ ഓട്ടോമാറ്റിക്കലി വരും. ഒരാളെ അത് നമ്മുടെ കയ്യിൽ നേരിട്ട് ഒരു സത്യം ഉണ്ടാവും. കുറച്ച് അവയർനെസ് വേണം ശരിക്കും. ലോനെ പറ്റി നമ്മൾ കുറച്ച് കാര്യങ്ങൾ അറിയില്ലെങ്കിൽ നമ്മളെന്തല്ലേ ഇവര് വക്കീലന്മാരെത്തിട്ട് പേടിപ്പിച്ചിട്ട് ഭയങ്കര മാനസിക പീഡനം നടത്തുന്നു. ചെറിയ സംഭവം വലിയ കോംപ്ലിക്കേറ്റഡ് ആക്കി ചെറിയ സംഭവങ്ങളും അറിയാത്തൊരു സംഭവമായിരിക്കും. ഇന്ന് അറിയാത്ത സംഭവങ്ങൾ വരി വേറെ പോക്സോ കേസ് ഒന്നും ഉണ്ടാവില്ല. ഒന്നും പോക്സോ കേസ് ഇടും. അതെ എന്ന മാതിരി കേസുകളാണ് ഓരോന്ന് വെറുതെ വിടും. അതാണ് ഇത് നമ്മൾ മാനസികമായിട്ട് തകർക്കുന്നത്. അതാണ് ഇതിനെ പറ്റി കുറച്ച് അറിയുന്നുണ്ടെങ്കിൽ ലോനെ പറ്റി അറിയുന്നുണ്ടെങ്കിൽ ഇപ്പോൾ പനൊക്കെ അതിന്റെ കാര്യങ്ങൾ ഞാൻ ചെയ്തോളാം. അതാണ് കുറെ ആളുകളെ ഇതുപോലെ വിക്ടിം ചെയ്യുന്ന സംഭവമുണ്ട്. അതായത് ഒരുപാട് മാനസികമായി ടോർച്ചറിങ് നടത്തുന്നുണ്ട്. അത് ഒരുപാട് ആൺ കമ്മീഷൻ വേണമെന്ന് പറഞ്ഞാൽ വെറുതെ അല്ല. രാജീശ്വർ ആൺ കമ്മീഷൻ വേണമെന്ന്. കാരണം ആണുങ്ങളെ പീഡനം നല്ല നടത്തുന്നുണ്ട്. സപ്പോർട്ട് അവരിക്കലും കാര്യമല്ല അവരിക്കുന്ന കാര്യം കൊണ്ടില്ലേ കണ്ടില്ലേ കീടനാശിനി കൊടുത്തത്. കഷായത്തിൽ കീടനാശിനി കൊടുത്തത് എന്താണ് സ്നേഹിക്കാൻ പ്രേമിച്ച് മരിക്കാതെ തള്ളി പറഞ്ഞില്ല. കണ്ടില്ലേ ആ വായെ കൂടി ഇന്ത്യയിൽ ഓർഗൻസ് പ്രശ്നമായിട്ട് തരികയാണ്. കീടനാശിനി കൊടുത്ത് ലൈനടിച്ചിട്ട് ഈ ലൈനടിക്കുന്നതിനിടയിൽ കൂടി ഈ പെണ്ണിന് വേറൊരു കലാകാരൻ വന്നു പട്ടാളക്കാരൻ്റെ. അപ്പൊ ഇവനെ ഒഴിവാക്കാനും വേണ്ടിയിട്ട് കീടനാശിനി കലർത്തി കൊടുത്തു. ബെറ്റാണെന്നത് കൊടുക്കാൻ വേറെ പരിഹാരം കണ്ടില്ല. ഇതാണ് നാഗം. ആണ് കുറച്ചും കൂടി സോഫ്റ്റ് തോന്നുന്നുണ്ട്. സോഫ്റ്റ് എന്നാ പറയുന്നത്. അതുപോലെ മെന്റാലിറ്റി ഉള്ളിൽ ഒളിപ്പിച്ച് കൂടത്തായി ലിസ്റ്റ് ജോളിയുടെ കേസ് നോക്ക്. കൂടത്തായി ജോളിയുടെ കേസ് നോക്ക്.
സിനിമ അല്ലേ അവിടെ എറണാകുളത്തിനെ കശാപ്പ് ചെയ്തു തൂക്കാൻ വെച്ച 3 പെണ്ണുങ്ങളാണ് ഇപ്പൊ തൂക്കാൻ വെച്ചിട്ടുള്ളത്. കേസ് ആ 3 പെണ്ണ് ആ അപ്പൊ അത് എന്തുകൊണ്ട് പെണ്ണുങ്ങളാണെന്ന് കാര്യമില്ല നമ്മൾ എന്ത് സാഹചര്യം മനുഷ്യന് നോക്കും അതാണ് സംഭവം. പ്രായമുള്ള ഒരാളെ കണ്ടാൽ ആയാ സീറ്റ് കഴിഞ്ഞ് കൊടുക്കുക. അതൊന്നുമില്ല അതൊക്കെ ഇവിടെ യേശുദാസ് പാടിയ പാട്ട് ഓർമ്മ അതല്ല പഴയ ആ ഒരു പ്രദേശം യുഗം തരും നിന്നെ അറിയാൻ ഈ പെണ്ണ് വിവക്ഷ അതിൻ്റെ ആ പാട്ടിൻ്റെ ഒരു കൺസെപ്റ്റാണ് ഒരു നിമിഷം തരും അത് ഭയങ്കര അർത്ഥപരമായ ഒരു പാട്ട് ആ ഒരിടത്ത് മരണം ഒരിടത്ത് ജന്മം ചുമലിൽ ജീവിതം പഴയ പാട്ടുകൾക്ക് അതിൻ്റെതായ ഞാൻ ആ പാട്ട് നല്ല അർത്ഥങ്ങളുണ്ട്. പുതിയ പാട്ടുകൾ എന്ന് പറഞ്ഞാൽ ഒരു എന്റർടൈൻമെന്റ് ആണ്. അർത്ഥമില്ല. നാടും കാര്യമായിട്ട് റയറായിട്ട് വരുമോ 1-2 നല്ല പാട്ട്. പാട്ടിൻ്റെ എടുക്കുന്നത് ദീപാസ്കറിൻ്റെ പാട്ടുകളാണ് ഏറ്റവും ഇഷ്ടം. ദീപാസ്കറിൻ്റെ പാട്ട് പാട്ടിനെ കുറിച്ച് പറഞ്ഞല്ലോ പാട്ടുണ്ട് ഒരാളെ കണ്ട വായിക്കാൻ നമുക്ക് സമയം തികയുന്നില്ല എന്നുള്ള അതാണ് ഞാൻ ആവശ്യമായിട്ട് ടൈമോടെ കുറേ സംസാരിച്ചിട്ട് കേട്ടു അതുമാണേ നിങ്ങൾ പറഞ്ഞാൽ മൈൻഡ് ഫ്രീ ആണെങ്കിൽ നമ്മൾ ഇത് ഇങ്ങനെയൊക്കെ സംസാരിക്കും. നമ്മൾ മറ്റാളുണ്ടല്ലോ പിന്നെ ഉദയകൻ എത്ര പറഞ്ഞ് ഇവിടെ വെച്ച് മതി. ഞാൻ മൂപ്പര് അന്ന് കണ്ടാണ് മൂപ്പർക്ക് കുറച്ച് സംസാരിക്കാൻ തന്നെ കുറച്ച് ഒരു 10 മിനിറ്റ് സംസാരിക്കുക. അത് ഭയങ്കര ഒരു എന്റർടൈൻമെന്റ്. അതായത് നല്ലതാണ്. നല്ലൊരു മനുഷ്യനാവും. ആ ഇവിടെ വായിക്കാൻ വരും എല്ലാവരും വരും. പക്ഷെ മൂപ്പരെ കണ്ടാൽ അങ്ങനെ ആ ഒരു തോന്നില്ല നല്ല വായിക്കും നല്ല മറുപടി കുറേ വരാത്ത കാര്യങ്ങളൊക്കെ മൂപ്പരുണ്ടാവും മെമ്പറുണ്ടാവും. രണ്ടെണ്ണം അടിക്കുന്നോട് പറയാം ഞാൻ ചിലപ്പോൾ ഇവിടെ പോയി സോഡിയാക്കി പോയിട്ട് ദീപ പോയിട്ട് രണ്ടെണ്ണം അടിക്കും. അതാണ് ഞങ്ങളോട് പറയാതെ ഞാൻ അങ്ങനെ നടന്നു പോകുന്നത്. അതൊക്കെ അടിക്കും അതൊക്കെ എന്റർടൈൻമെന്റ് അതൊക്കെ നടന്നോളാം. ഒരു വ്യക്തിപരമല്ലേ അടിക്കുന്നവർക്ക് ബേസിക്കലി മോശമൊന്നും പറയാൻ പറ്റില്ല. അതൊക്കെ അടിച്ചോളാം. നമ്മൾ ഒരു പബ്ലിക് ജോയിസിനായി മാറുമ്പോൾ അതെ ഇതാണ് പ്രശ്നം. ഇത് വല്ലാതെ ഈ മറ്റേ MDMA മറ്റൊക്കെ യൂസ് ചെയ്ത് എൻ്റെ ഇന്നലെ ഞങ്ങളവിടെ ഇങ്ങനെ റോഡ് സൈഡിൽ പോകുന്നു. അപ്പോൾ ഓട്ടോസിൽ നിന്ന് പോലെ കിട്ടും ഈ പ്രായക്കാർ. അപ്പോൾ നോക്കിയപ്പോൾ വെള്ള പാക്കറ്റ് കണ്ടത് ഞാനുണ്ട് വെള്ള പാക്കറ്റ് പക്ഷേ ഞങ്ങൾ അവരോട് ചോദിക്കാൻ റോഡ് സൈഡിൽ അവിടെ നല്ല അവിടെ പക്ഷേ ഈ ഏരിയ ക്ലാസ് ഗച്ചെന്ന് പറയുമ്പോൾ ആ കടലോര മേഖലയിൽ നല്ല ഉപയോഗം നടക്കുന്നുണ്ട്. പിന്നെ അവിടെ സപ്ലൈ ചെയ്യണ ആ ഭാഗത്തുണ്ട്. മൊത്തം ഒരു കൾച്ചറിൻ്റെ ഒരു ഡിഫോൾട്ടാണ്. മൊത്തം ഒരു കുട്ടികളെ ഇന്നലെ വലിയ ശ്രദ്ധിക്കായ്മ രക്ഷിതാക്കൾ പറഞ്ഞാൽ കേൾക്കില്ല മാത്രമല്ല രക്ഷിതാക്കൾക്ക് കടലോര മേഖലയിൽ ഒരു 15 വയസ്സ് കഴിഞ്ഞാൽ അവരുടെ സ്വാധീനം കഴിഞ്ഞു ഇപ്പൊ നിശ്ചിതകളെ. രക്ഷിതാക്കൾക്ക് അതിനനുസരിച്ച് അവയർനെസ് അറിയില്ല. അത് വേണം. അത് ചില ഭാഗങ്ങളൊക്കെ നമ്മൾ പരിസര കോളേജൊക്കെ ഞാൻ പഠിച്ചാണ് മാർക്കറ്റിംഗ് ഈ കാണാറ് മാത്രം കാരണം എങ്ങനെ ഇവിടെ എങ്ങനെയാണ് പോയിക്കൂടെ പക്ഷെ അതിന് നേരെ കുറച്ചൊരു കൾച്ചർ കുട്ടികൾ നമ്മളങ്ങനെ വിട്ട് കഴിഞ്ഞാൽ പോയി കുറച്ച് ഫ്രീഡം കിട്ടിയാൽ അവർ യൂസ് ചെയ്യും. കഞ്ചാവിനേക്കാളും സ്ട്രോങ്ങാണ് അതെ എന്ത് സ്ട്രോങ് കഞ്ചാവിന്റെ ഇതിന് ഊറ്റി വരുന്നതാണ്. റേറ്റൊന്നും വിഷയമല്ല അതിൽ കയറിയാല് മുപ്പതിനായിരം കോടിയുടെ സാധനമൊക്കെ ഇവിടെ വന്നിട്ടുണ്ടാകാം. ഗുജറാത്തിൽ തിരുത്തൊന്നില്ലേ എത്ര പ്രാവശ്യം വന്നിട്ട് അവിടെ BJP ഭരിക്കുന്നത്. പക്ഷെ അവർ രാഷ്ട്രീയ ബന്ധത്തിന് അറിവുണ്ട്. അവിടെ നേതാക്കന്മാർക്കൊക്കെ 30-40 ഇരട്ടി സമ്പാദ്യം ചെയ്യുന്നവർക്ക് ഇതെങ്ങനെ വരുന്നത്? എങ്ങനെ വരുന്നത്? ഇലക്ഷൻ ടൈം വന്നതല്ലേ? ഇലക്ഷൻ ടൈം എല്ലാവർക്കും സാധനം ഇങ്ങനെ കുപ്പി കൊടുക്കല്ല എല്ലാവർക്കും വരുന്നത്. അങ്ങോട്ടേക്ക് വരുന്നത് നമ്മളെ കേരളം തീർന്ന് കേരള പോലീസിനെ പിടിച്ചിട്ടുണ്ട്. അങ്ങോട്ടേക്ക് പോകുന്നത് 3000 കോടിയുടെ അടുത്ത് കിട്ടും. 3000 കോടി വരും. ഇപ്പൊ പല പ്രാവശ്യം പോണതിനാണ് ഒരു പ്രാവശ്യം 3000 കോടി. ഞാൻ നമ്മളെ കുട്ടികളെ കാലം വളർന്നാക്കാൻ സാധനമായിട്ടുണ്ട്. കാരണം ഇത് മാത്രം ഒരു പോയിന്റ് ചിന്തിച്ചാൽ മതി. നമ്മളിപ്പോൾ ഈ MDMA ഇതങ്ങോട്ട് ബാൻ ചെയ്തിട്ടുണ്ട്. എന്ത് കാര്യം ബാൻ ചെയ്ത് കാലം അത് നടക്കും. കൈകാര്യം നടക്കും. ഫുള്ളായിട്ട് ബാൻ ചെയ്ത് ചെയ്യുകയുള്ളൂ. കാരണം ഈ ലെവലിൽ ഇങ്ങനെ പോകും. 10 കേസ് വരുമ്പോൾ 2 കേസ് പിടിക്കും.
അല്ല MDMA ബാനാണ്, അത് നിയമപരമല്ലല്ലോ. അത് allowed അല്ല. അതല്ല, പക്ഷേ അത് സാമാന്തര പാതയിൽ കൂടി സഞ്ചരിക്കുന്നത്. ഇത് നിയമപരമായിട്ട് എവിടെ സപ്ലൈ ചെയ്യുന്നില്ല. ഏതെങ്കിലും ഷോപ്പിലുണ്ടെങ്കിൽ റിപ്പോർട്ട് ചെയ്താൽ പോയി. രഹസ്യമായിട്ടല്ലേ നല്ലത്. ആ രഹസ്യമായിട്ടാണ്. അങ്ങനെ രഹസ്യമായ പരസ്യം പറഞ്ഞ സംഭവം മൂപ്പര് പറഞ്ഞാല് അതാണ്. യൂസ് ചെയ്യും. ഞാൻ അതാണ് ഉദ്ദേശിച്ചത്. ഞാനൊരു ദിവസം പാലത്തിന്റെ വിളിക്കുക, ഞങ്ങളവിടെ പാലത്തിന്റെ വിളിക്കുക. അപ്പൊ എന്നെ അറിയാത്തൊരാള് അപ്പൊ ഞാൻ ബൈക്കിൽ തന്നെ വിളിക്കാം. അപ്പൊ രാത്രിയാണ് കേട്ടാ. അപ്പൊ ഞാൻ വേറെ അപ്പൊ ഞാൻ ഇറങ്ങി തന്നെ അല്ല സാധനം എന്താന്ന് വെച്ചു. കോഡാണ് ഫുള്ളും. അപ്പൊ ഞാൻ എന്ത് ചെയ്ത്, ഞാൻ ടോർച്ച് ഓൺ ആക്കിയിട്ട് മുഖത്തടിച്ചത് ഇവന്റെ ഒക്കെ എഴുതി കാർഡിലും ചെക്കനാണ്. അപ്പൊ ഞാൻ എന്നെ അറിയുന്ന ആരെങ്കിലും ആയിരിക്കും, നമ്മൾ അറിയുന്ന കുട്ടികളാണ്. ഇവർക്ക് ഇപ്പൊ എന്നെ അറിയുന്നത് ആ ഒരു ഇതിൽ എങ്ങനെയുണ്ട് സാധനം ഉണ്ടെന്ന് വെച്ചു. അപ്പൊ അല്ല ഷൗക്കത്തിന് എത്തുണ്ടാവും വെച്ചു. അപ്പൊ എനിക്ക് ഇവനെ എങ്ങനെയെങ്കിലും ഒഴിവാക്കണം. ഞാൻ പറഞ്ഞ് ഷൗക്കത്തിന് എത്തുണ്ടാവും, ഷൗക്കത്തിന് എത്തി വിട്ടുന്നത്. അപ്പൊ ഇവിടെ ഇല്ലേ ഷൗക്കത്തെ പോലെ ആകാണ് നേരെ ആ പിരിയേജ് നടക്കണ് കിട്ടാഞ്ഞിട്ടേ ചെറുപ്പക്കാരൻ ചെക്കന് ചെക്കന്. ഇതിപ്പോ മിഞ്ഞാന്ന് കഴിഞ്ഞ സംഭവമാണ്. മിഞ്ഞാന്ന് ശരിയാക്കണം. അപ്പൊ അത് സുലഭമായിട്ട് കിട്ടുന്നുണ്ട്. അവിടെ നല്ല ഇതിന് ചോദ്യം ചെയ്തോണ്ടല്ലോ. ഞാൻ ഇപ്പൊ ചോദ്യം ചെയ്താൽ എന്നെ ടാർഗറ്റ് ഇവർക്ക് ഇതൊക്കെ ഉപയോഗിച്ച് വരും, വടിവാള് വെച്ച് വരും. അവിടെ അങ്ങനെ ഉണ്ടാവും. നമ്മൾ അത് എന്തെങ്കിലും ആയിക്കോട്ടെ ചോദിച്ചാൽ ആ ഭാഗത്ത് മൈൻഡ് ചെയ്യില്ല. പക്ഷെ എന്തെങ്കിലും നമ്മൾ ആണ് ചെയ്തതെന്ന് ഉറപ്പാണെങ്കിൽ അവർ നമ്മളെ ടാർഗറ്റ് ചെയ്യും. ഇത് ഉപയോഗിച്ചിട്ട് വന്നിട്ട് നമ്മളെ കാച്ചും, നമ്മളെ കാച്ചും കയ്യും കാലും വെട്ടിയിട്ട് നടക്കാൻ പറ്റാത്ത രൂപത്തിൽ. അപ്പൊ നമ്മൾ അതിലധികം ഇടപെടാൻ പിന്നെ അങ്ങനെ ഫൈറ്റ് ചെയ്യാൻ നമുക്ക് അത്രത്തോളം സ്ട്രെങ്ത് വേണം. എങ്ങനെയാണ് ചേച്ചി പോയിക്കോട്ടെ ചേച്ചി ചെറിയ ഏജിലുള്ള പിള്ളേരാണ്. പക്ഷെ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ 5 കൊല്ലം കഴിഞ്ഞാൽ അവരെ കാര്യം നഷ്ടകാരാണ്. 5 കൊല്ലം വേണ്ട. പിന്നെ അധികം പോകൂലാന്ന്. ഇത് ഉപയോഗിക്കാൻ നല്ല സുഖമായിട്ട് ഇത് കഴിഞ്ഞ പിന്നെ പോകൂല. ഭ്രാന്തനായി ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവർ പ്രത്യേക വേറെ ലോകത്താണ്. ഞാനേ മങ്ങാട് സ്കൂളിൽ ഞാൻ ഒരു വർഷം മങ്ങാട് സ്കൂളിൽ പോയി കഴിഞ്ഞപ്പോ ഒരു പയ്യൻ കേട്ടാ, 9ാം ക്ലാസ്സിലെ പയ്യൻ. ഇവരുടെ കയ്യിൽ ഇങ്ങനെ ബ്ലേഡോട് വരഞ്ഞാടിയാളോ, ബ്ലേഡോട് വരഞ്ഞാടിയാളോ. ഞാൻ വിളിച്ചു ഇവരെ വിളിച്ചു ഇവിടെ ആണെന്ന് പറഞ്ഞു. വിളിക്കാൻ പറഞ്ഞു. ഞാൻ ചെക്കനെ കാക്കി കേൾക്കാൻ വിളിക്കുക. ഇതെന്താണെന്ന് വെച്ചു. അതൊന്നും ഞാൻ അധികം മുന്നൊന്നുമില്ല. അതൊന്നും ഞാൻ മറിഞ്ഞിട്ട് നമ്മുടെ മുറിയോ മാറിയല്ല വരാതാ എന്ന്. അപ്പൊ തന്നെ ഞാൻ ചോദ്യം ചെയ്ത പിന്നെ സീനിയർ ഭാഷ ചോദിക്കുന്നതാണ്. ഞാൻ പറഞ്ഞു മാഷല്ലേ അവൻ പോയിക്കോന്നാണ് അവനെ വിട്ട്. അവന് വിട്ട് ഞാൻ മാഷ് പറയാനല്ലോ ഇവൻ ഈ സംഭവം ഉപയോഗിച്ചിട്ട് ഉള്ള അടയാളാണ്. സ്കൂളിൽ 9ാം ക്ലാസ്സിൽ അവനധികം സംസാരിക്കൊന്നുമില്ല. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് വയലന്റ് ആവുന്നത് നാച്ചുറൽ. അപ്പൊ മാഷിമാർക്ക് പേടിയാണ്. മാഷിമാർക്ക് പെൺകുട്ടികളെ അവരെ ഉപയോഗിക്കുന്നുണ്ട്. ഇന്നത്തെ വാർത്ത ഇന്നലത്തെ വാർത്ത കിട്ടില്ല. ഇന്നത്തെ വാർത്തയല്ല മാഷിമാർ പ്രതികരിക്കുക. ഇന്നലെ ഒരു വാർത്ത 17 വയസ്സിലെ പെൺകുട്ടി എത്രയോ ആൺകുട്ടികൾക്ക് എഴുത്ത് പകർത്തി. ഇന്നലത്തെ വാർത്ത 17 വയസ്സിലെ പെൺകുട്ടി എത്രയോ ആൺകുട്ടികൾക്ക് എഴുത്ത് പകർത്തി. അങ്ങനെ ഇന്ത്യയിൽ ആസാമിൽ അങ്ങനെ കാണുമ്പോൾ ഇന്നത്തെ പേപ്പറുണ്ട്. അപ്പൊ അത് കാര്യം എന്നാൽ ഈ പെൺകുട്ടിക്ക് ഈ സാധനം കിട്ടാഞ്ഞിട്ടേ ഈ സാധനത്തിന് കുത്തുന്നു. അത് 17 വയസ്സിന്റെ മോള്. 17 വയസ്സുള്ളവരാകുമ്പോൾ എല്ലാവരും ചെയ്യുന്നത് പ്രശ്നമല്ലേ. എല്ലാവരും വരുന്ന നമുക്കൊരു ആകാംക്ഷ ഉണ്ടാവും. മനുഷ്യനുള്ള രൂപത്തിൽ ലൈംഗിക ആസക്തി ഏത് മനുഷ്യനുണ്ടാവും. പക്ഷെ നമ്മളൊരു പ്രശ്നം വെച്ചാൽ നമ്മളെല്ലാവരും കൂടി ലൈംഗിക ബന്ധം തന്നെ എല്ലാവരും ആകാംക്ഷ അത് ചെയ്തു ചെയ്തു പോകുമ്പോൾ കവറും അങ്ങനത്തെ സംഭവം മെഷേഴ്സൊന്നും ഇല്ലാണ്ട് ചെയ്യും. അങ്ങനെയാണ് എല്ലാവരും കഴിച്ചവരുണ്ടാവില്ല, കല്യാണം കഴിക്കാറുണ്ടാവില്ല. ഒരു മേഖല ആ മേഖലയുള്ള HIV പേഷ്യൻ്റ് ആയി. HIV പേഷ്യൻ്റ് ആയി. ഇന്നത്തെ പേപ്പർ പകുതി ആൾക്കാർ നിർവ്വചാദികളാവും ഇങ്ങനെ ഇത് വരുമ്പോഴേ. അപ്പൊ നമ്മൾ ഫ്രീ ആയിട്ട് കിട്ടുന്ന എല്ലാവരും പോയിട്ട് അത് ഉപയോഗിക്കാൻ പ്രത്യേകിച്ച് നമ്മൾ ഈ പ്രായത്തിൽ നമുക്കിതൊരു സംഭവം. പക്ഷെ അതൊക്കെ അങ്ങനെ ഫസ്റ്റ് കിട്ടുകയാണെങ്കിൽ ആ രൂപത്തിലുള്ള
പ്രിക്കോഷൻ നോക്കിയിട്ടൊക്കെ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. അതായത് ഇതുപോലെ നമുക്ക് കിട്ടും. എച്ച് ഉള്ള ഒരാളുണ്ടല്ലോ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാലും ഒരു പ്രശ്നം ഉണ്ടാവില്ല. അയാൾ 20 മുതൽ 25 വർഷം വരെ എടുക്കും. അയാൾ രോഗമാണ് നല്ലൊരു എക്സ്പ്രസീവായിട്ട് വരണമെങ്കിൽ എക്സ്പ്രസീവായിട്ട് വരാൻ ഞാൻ എൻ്റെ ഒരു അറിവിൽ ഒരാൾ അയാളെ കണ്ടാൽ ഒരു പ്രശ്നമില്ല, കറക്റ്റ് നല്ല സുന്ദരനായിട്ട് നടക്കും. പക്ഷെ അയാളുണ്ടല്ലോ രോഗിയായിട്ട് 85 വയസ്സിലുണ്ട്. അയാളെ രോഗിയെ തന്നെ കാണാൻ വന്നവരൊക്കെ മരിച്ചു. അയാൾ 85 വയസ്സിൽ പോയി. ആ രോഗിനെ കാണാൻ വന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ കുറെ ഹാർട്ട് അറ്റാക്ക് ഇതൊക്കെ വന്ന് മരിച്ചു. പക്ഷെ ആ രോഗി കറക്റ്റ് ഗുളിക കഴിക്കും. കറക്റ്റ് ഗുളിക ഇതിന്റെ ഡോക്ടറെ കാണിക്കുന്ന പക്കാണ്. കറക്റ്റ് ഭക്ഷണം കറക്റ്റ് ഇപ്പൊ കൊറേയൊക്കെ ഇതുണ്ട് റെസിസ്റ്റ് ചെയ്യാനുള്ള ഗുളിക. നിങ്ങൾ രോഗിയാണെങ്കിലും അയാൾ എക്സ്റ്റെൻഡ് ചെയ്ത് കുറെ കൊണ്ടുപോവാം. രോഗിയാണെങ്കിൽ പേടിക്കേണ്ട ആവശ്യം. കാരണം ഇപ്പം നോർമലായിട്ട് നടക്കുന്ന കുറെ എച്ച് പേഷ്യൻസ് ഉണ്ട്. ഇപ്പൊ നമ്മുടെ പഞ്ചായത്തിൽ തന്നെ വെട്ട തന്നെ രഹസ്യ സർവേ നോക്കി കഴിഞ്ഞാൽ എത്രയോ പേഷ്യന്റ് ഉണ്ട് നമ്മളെ ലൊക്കാലിറ്റിയിലൊക്കെ ഉണ്ട്. ആരും അറിയുന്നില്ല. പോയിന്റ് ഔട്ട് ചെയ്യുള്ളൂ. ഒരാൾ പോയിന്റ് ഔട്ട് ചെയ്യില്ല, ലൊക്കാലിറ്റി മാത്രമേ പറയുള്ളൂ. അപ്പൊ അങ്ങോട്ട് പോകാൻ പാടില്ല എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ നമുക്ക് എവിടുന്നും കിട്ടും. ഇഷ്ടം പോലെ ഇഷ്ടം പോലെ. ഞാൻ അത്ഭുതപ്പെട്ടു. എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ കൂടെ പഠിച്ചിരുന്ന ഒരു അശവുന്നുണ്ട്. അവന് ഇതുപോലെ അവന് സ്റ്റഡിയുടെ ഭാഗമായിട്ട് എച്ച് പേഷ്യന്റിന് ടെസ്റ്റ് എടുത്താൽ അവനൊരു റയർ സ്റ്റഡി നടത്താൻ തീരുമാനിച്ചു. പക്ഷെ അവൻ ഇങ്ങനെ എൻ്റെ ഇതിനെ പറ്റി സംസാരിച്ചിട്ട് ഒരാളോട് ഇങ്ങനെ ചോദിച്ചാൽ അല്ല ഇത് നടത്തുന്ന ഒരു നല്ലൊരു മനുഷ്യൻ അയാൾ പറഞ്ഞ് ഇന്ന മതിയാ ഇന്ന സ്റ്റഡി എടുത്താൽ മതിയാ ഞാൻ എച്ച് പേഷ്യൻ്റ് അല്ല ഒറിജിനൽ ഏതൊരു ഓഫീസിൽ കേന്ദ്രീകരിച്ച് ഇവർക്ക് എച്ച് പേഷ്യൻ്റ് കുറെ ആൾക്കാർക്ക് താല്പര്യം ഇതിലൊക്കെ സംഭവം എന്റെ സ്റ്റഡി ഞാൻ എച്ച് പേഷ്യൻ്റ് ആണെന്നല്ല ഒന്നും കാണില്ല. അപ്പൊ നമുക്കിടയിൽ ഇഷ്ടംപോലെ രോഗികളുണ്ട്. ഇതിപ്പോ രോഗിയാണെങ്കിലും ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാലും ഇവർക്കുള്ള ചികിത്സ കിട്ടും. പക്ഷെ അത് എച്ച് പേഷ്യന്റിന് പുറത്തു വിടില്ല. ഇവിടെ എത്ര പോലെ പേഷ്യന്റ് വന്നിട്ട് എത്ര പോലെ ഗുളിയൊക്കെ വായിച്ചിട്ടുണ്ട്. നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അതാണ് നമ്മൾ ഈ ടെസ്റ്റ് എടുക്കുമ്പോഴൊക്കെ ഈ ടെസ്റ്റ് ടിക്കറ്റ് ഉണ്ടല്ലോ ബ്ലഡ് ടെസ്റ്റിൽ. ഞാൻ വിചാരിച്ചു ഇതൊക്കെ ഇപ്പോൾ ഉണ്ട്. അതല്ല നമ്മൾ സാധാരണ ഒരു ബ്ലഡ് ടെസ്റ്റ് എടുക്കുമ്പോൾ അതിൽ ഈ HIV കൂടി ഉണ്ടാവും. ഗവൺമെന്റ് ഹോസ്പിറ്റലുണ്ട് ചെയ്യുന്നുണ്ട് നിർബന്ധം. ചെയ്യുന്ന എന്തുകൊണ്ടറിയോ അത് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളാ ഡാറ്റയിൽ ഉൾപ്പെടുത്തും. നിങ്ങളെ വിളിച്ച് കൗൺസിലിംഗ് ചെയ്തിട്ട് പേടിക്കാനൊന്നുമില്ല. മരുന്ന് അത് ഇഷ്ടംപോലെ ഉണ്ട്. മരുന്ന് കുടിച്ചാൽ മതി. ഇത് കറക്റ്റ്. അപ്പൊ നിങ്ങൾ അന്നും മുതൽ നിങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പം നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും, കൗൺസിലിംഗ് വിളിക്കും. ഇത് കുഴപ്പമൊന്നുമില്ല, നിങ്ങളിങ്ങനെ ചെയ്താൽ മതി, മരുന്ന് കുടിച്ചാൽ മതി. ഇതുപോലെ ഇഷ്ടംപോലെ ആളുകൾ ഉണ്ട്. കുറേ ആളുകൾ ഉദാഹരണം കണ്ടില്ല ഇയാൾക്ക് ശരിയെന്നാവും. അങ്ങനെ കുറേ ആളുകൾ കാണിച്ചിട്ട് അവരെ പേടി മാറ്റും. ഇപ്പം കുറച്ചുകൂടി ഓപ്പണായിട്ട് ലൈംഗികത വരുന്നു. ഇപ്പൊ കുറച്ചും കൂടി സാധ്യത കൂടി. ഈ രോഗം കിട്ടാൻ സാധ്യത വളരെ കൂടി. ഇപ്പൊ ഒരു സ്കൂളിന്റെ പിന്നെ ടാഗ് ഒട്ടിച്ചാൽ കുറെ നമ്മളെ ബിസിനസ്സായ ഒരുപാട് കാര്യങ്ങൾ വലിയ കേസല്ല. ഇപ്പോഴും വലിയ കേസൊന്നുമല്ല. അത് സാധാരണ ആളുകൾക്കിടയിലുള്ള രോഗമായി മാറിയിട്ടുണ്ട്. അങ്ങനെ ആയി മാറിയിട്ടുണ്ട്. അത് പ്രശ്നമാണല്ലേ. അതായത് ചെറുപ്പം എങ്ങനെയെങ്കിലും പെട്ടായിരുന്നോ. അതായത് നിരവരാജായിരിക്കും ഒരു ആക്സിഡന്റ് സംഭവിച്ചില്ലല്ലോ. ആക്സിഡന്റ് സംഭവിച്ച് മുറിവായി ബ്ലഡ് അങ്ങോട്ട് വിടും. കാരണം അങ്ങനെ രോഗികളുടെ കേസുണ്ടല്ലോ. അങ്ങനെയുള്ള രോഗികളുടെ കേസുണ്ട്. മെയിനായിട്ട് ലീഡിൽ ഉപയോഗിക്കുന്നതോട് വരും. ബാർബർ ഷാപ്പിൽ ഒരു ബ്ലേഡ് മാറ്റിയിട്ടില്ലെങ്കിൽ ബ്ലേഡ് മാറ്റിയിട്ടുള്ള കറക്റ്റ് നമ്മൾ നോക്കി പറഞ്ഞു ബ്ലേഡ് മാറ്റാൻ പറഞ്ഞു. ആദ്യം നിരീക്ഷിക്കുമ്പോൾ ബ്ലേഡ് കൂടെ നമ്മളെ ഒഴിവുണ്ടെങ്കിൽ ബ്ലേഡ് ഉണ്ടെങ്കിൽ അത് പറഞ്ഞു ഇത് ചെയ്തതുകൊണ്ട് തന്നെ വരണമെന്നല്ല. അങ്ങനെ വരുന്നതാണ്. ലൈംഗികത നമുക്ക് കണ്ടിരിക്കാൻ പറ്റില്ല. അതൊക്കെ ഉണ്ടായിട്ട് പക്ഷേ പ്രൊട്ടക്റ്റീവ് മെഷേഴ്സ് ഉണ്ട്. അത് ഉപയോഗിച്ച് ചെയ്തോളൂ. ഞാനപ്പോൾ മലയാളം താല്പര്യം കുറവാണ്.
എന്തായാലും നമ്മളാ ഭാഗത്ത് ഒരു പെണ്ണ് ഇതുപോലെ ഇതുപോലെ മണ്ണാർക്ക് ചാപ്പി പോയി എന്നിട്ട് നമുക്ക് അവർക്ക് എച്ച് ഐ വി എന്നുള്ള ഒരു സ്വകാര്യ സംഭാഷണമുണ്ട് സംഭാഷണം പക്ഷേ കുറേ ആളുകൾക്ക് പേടിയുടെ ഭീതിയുടെ തരയിലാണ് ഉണ്ടാവില്ല അതാണ് ഭീതി, അതിന്റെ ഭീതി അല്ലാതെ വിധിയില്ല അല്ല. ഒരുപാട് പിന്നെ ഇങ്ങനെ രാവിലെ ഇപ്പോൾ ഒരു പാർട്ട്ണറാണെങ്കിൽ ആ പാർട്ട്ണർ തന്നെ ഡിപ്പെൻഡ് ചെയ്യുന്ന വലിയ പ്രശ്നമില്ല. ഇത് അതല്ല അതിന് ഇതുപോലെ അച്ഛനും അതിൻ്റെ അതാ പറഞ്ഞത്, ഒരു കുറച്ച് ആൾക്കാർ നിരപരാധികളാണ്. പാർട്ട്ണറിൽ ഒരു പാർട്ട്ണർ അതും ഭരിച്ച ജീവിതം ആ പാർട്ട്ണർ മറ്റേ കൊടുക്കല്ലേ. അങ്ങനത്തെ കേസ് ഒരുപാടുണ്ട്. ഇഷ്ടംപോലെ എനിക്ക് അറിയാവുന്ന പോലെ കേസുണ്ട്. അതായത് ബൈക്ക് പറഞ്ഞാൽ ബൈക്ക് കൈയ്യെടുത്ത് പോലെ കുട്ടികൾ തന്നെ നമ്മളവർ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല. ബൈക്ക് കാര്യം രക്ഷിതാക്കൾ പറഞ്ഞാൽ കേൾക്കാത്ത കുട്ടികളുണ്ട്. നമ്മൾ പറയാറില്ല അവരോട്. ആ അങ്ങനെ പറയും. ഈ മാനാഞ്ചിറ പോയാൽ ആ കുളത്തിന്റെ ചുറ്റുണ്ടാവും 4 പറഞ്ഞു. എന്റെ പ്രായമില്ല. ചെറിയ പിള്ളേർ, സ്കൂൾ പിള്ളേരൊക്കെയാണ് അവിടെ. ഞാൻ കണ്ടത് ഈരത്ത് സ്കൂൾ ഞാൻ ഉണ്ട്, ഒരു മൂന്നിലുണ്ട്. അവിടെ എൻ്റെ അടുത്ത വീട്ടിൽ അയൽവാസികൾ വിളിച്ചു. അയൽവാസി മാഷ ഇവിടെ ചെയ്യുന്നത് 4-5 കുട്ടികൾ 4 കുട്ടികൾ ഒരാൾ ആദ്യം മറിയിട്ട് അവർ ചെയ്യാൻ പറ്റുന്നൊക്കെ ചെയ്യും. എന്നിട്ട് ഈ ബാക്കിയുള്ളവർ നോക്കും ഞങ്ങൾ ആരെങ്കിലും വരണ്ടോന്ന്. എന്നിട്ട് അത് കഴിഞ്ഞാൽ അടുത്ത ജോലി കയറും. എന്നിട്ട് ഇവർ കാവലെ എന്നിട്ട് ആ പെണ്ണുങ്ങൾ ഇങ്ങോട്ട് വന്നിട്ട് കുറവാണ് അത് കഴിയും. അവർക്ക് ഒരു ഉടുപ്പ് ചെയ്യാൻ അവർ കാര്യം പറ്റൊക്കെ പറഞ്ഞു ഒളി മറന്നില്ല. അവർ പറഞ്ഞത് ഇങ്ങനെ നമ്മൾ കല്യാണം കഴിഞ്ഞതിനേക്കാൾ കഷ്ടകാലമാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നിന്നല്ലേ പക്ഷെ അത് അതിന് കുറച്ചൊരു ബൗണ്ടറി വേണം. അത്രയും ഇങ്ങനത്തല്ല യുവാക്കൾക്കിടയിൽ ലൈംഗികത കൂടിയിട്ടിപ്പോൾ കൊച്ചിയിൽ എഴുത്ത് നോക്കിയാണ് എണ്ണ കുത്തനെ കൂടിയിട്ടുണ്ടല്ലോ. വിദ്യാർത്ഥികളാണ് ഏറ്റവും ശരി പറയുന്നത്. വിദ്യാർത്ഥികളാണ് ഏറ്റവും കൂടുതൽ എഴുത്തുകൾ നമ്മൾ വിശ്വസിച്ചോ. അതാണ് ഇതുപോലെ നേരിട്ട് കാണുന്ന കുട്ടികൾ ഇതൊക്കെ വരുന്ന അവനെ എഴുത്ത് നോക്കിയായിരിക്കും. കാരണം തന്നെ അവൻ ഇതിന് ശരി പറയാണ്. വിദ്യാർത്ഥികൾ ഏറ്റവും കൂടുതൽ HIV പേഷ്യൻസ് അത് നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന ന്യൂസല്ലേ. ഒരു സംഭവം ഒന്നല്ല, അതിങ്ങനെ സംഭവത്തിലുണ്ട്. ഞാൻ പഠിക്കുന്നില്ല. ആ രൂപത്തിനായി മാറി. ആയിട്ടുണ്ട്.